വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. നമ്മൾ ഒരു ബംഗ്ലാവിലെത്തിയ ഒരു ഫീലാണ്. വലിയ ജനാലകള്, വലിയ തൂണുകള്. എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, ഇയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കും. ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യും. 61, 62. ഇത് ഗിഫ്റ്റ് ചെയ്താണ്. ഗിഫ്റ്റ് കിട്ടിയതാ. ഏട്ടൻ തന്നതാ. ഏത് ഏട്ടൻ? രാത്രി എപ്പോഴും ഒരു കള്ളന്റെ ഫീലാ. എനിക്ക് എപ്പോഴും ഒരു കള്ളൻ ഉണ്ടാവോ. ആന്റി ആ സ്റ്റെപ്പിന്റെ താഴെ നിൽക്കുന്നുണ്ടേ. ആന്റി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചു. ഞാൻ ഡോർ ഒറ്റ അടച്ചു. ആന്റിക്ക് പേടിയായി പോയി. ഇതാണ് മീനാക്ഷിയുടെ ഞാൻ കിടക്കുന്ന റൂം. ഞാനും ഏച്ചിയോറും ഒരുമിച്ച് ഉറങ്ങല്. അപ്പോൾ അടിയായപ്പോ ഞാൻ പറഞ്ഞു, ഇനി നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആര് വരച്ചതാണ്? ഞാൻ ശരിക്കോ? ആരെങ്കിലും പ്രപ്പോസ് ചെയ്തു, മീനാക്ഷി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സത്യമായിട്ടും അപ്പൊ ആലോചനകളൊക്കെ വരുന്നുണ്ടാവല്ലേ? വരുന്നുണ്ട്. അതിപ്പോ ഞാൻ ഒരു സിനിമയിൽ ഒളിച്ചോടി മടുത്ത ഒരു നടിയുടെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. സാൾ ഇവിടെ ഉണ്ട്. മീനാക്ഷി, ഹായ്, വെൽക്കം. ഹലോ മീനാക്ഷി. സോ ഫൈനലി നമ്മൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോ വീട്ടിൽ വരുമ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഒരു ബംഗ്ലാവിലെത്തിയ ഒരു ഫീലാണ്. വലിയ ജനാലകള്, വലിയ തൂണുകള്. ഇത് കൊറേ ആയി എടുത്തിട്ട്? ഇതില്ല, ഇത് എനിക്കൊന്നൊരു 5 വർഷമായിട്ടുള്ളൂ. ഇത് പപ്പയും അമ്മയും കൂടി ചെയ്ത. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പം തന്നെ കാണുന്നത് ഇവിടെ ഒരു സൈക്കിളാണ്. ഇതാരുടെ സൈക്കിൾ? ഇതെന്റെ അനിയത്തിന്റെ സൈക്കിളാ. പണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഒരുപാട് സൈക്കിളും ബൈക്കും ഒക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതെ, ഇതൊന്നും ആരും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇതെന്ത് സംഭവം? അതിവിടെ കണ്ണൂര് നമ്മള് വീട്ടില് വീട്ടിൽ അപ്പം മുത്തപ്പൻ ഇങ്ങനെ കഴിപ്പിക്കും നമ്മള്. മുത്തപ്പന്റെ മുടി അല്ലേ? മുടി ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പൊ നമുക്ക് വീട്ടിൽ കയറല്ലേ? എന്താ മീനാക്ഷി അല്ലേ പറയണ്ട, സോ നമ്മളെ വീട്ടില് കേറുമ്പോ തന്നെ കാണുന്നത് പൂജാമുറിയാണ്. ഒരുപാട് ഗുരുവായൂരപ്പന്റെ ഫോട്ടോസും പ്രതിമകളും ഉണ്ട്. കൂടാതെ നമ്മളെ കണ്ണൂരിലെ സ്വന്തം മുത്തപ്പന്റെ പ്രതിമയുണ്ട് അല്ലെ? കൃഷ്ണഭക്തയാണോ? ഞാൻ കൃഷ്ണഭക്ത. എന്റെ അമ്മ വലിയ കൃഷ്ണഭക്തയാ. ഞാൻ അതേ കൃഷ്ണൻ ഭക്തയാണ്. എന്നാലും എനിക്ക് മുത്തപ്പനെ കുറച്ചുകൂടി. അതല്ലേ, പറശ്ശിനിക്കടവടകളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഒരു വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോ നമ്മള് ഫാമിലി ആയിട്ട് പോകും. പിന്നെ കൃഷ്ണഭക്തയാണോ എന്ന് ചോദിക്കാൻ കാരണം ഒരു രാധയാണോന്ന് അറിയണം. കാരണം 18+ ഒളിച്ചോടി മടുത്ത ഒരാളാണ് അല്ലെ? അപ്പൊ എങ്ങനെയാ ഇനി മടുത്തില്ല? ഇനി ഒളിച്ചോടെ പ്ലാൻ ഉണ്ടോ? അങ്ങനെയല്ല, എന്നാലും ഒളിച്ചോടി മടുത്തെന്ന് പറയണ്ടേ. കല്യാണ ആലോചനയൊന്നും വരാറില്ലേ? ഒഫീഷ്യലി അങ്ങനെ കല്യാണ ആലോചനയായിട്ടൊന്നും വരാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരുന്ന മെസ്സേജസും അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. വീട്ടിലേക്ക് അങ്ങനെ കല്യാണ ആലോചന ഒന്നും വന്നിട്ടില്ല. ഏറ്റവും എന്താ പറയാ, ഏറ്റവും കഷ്ടപ്പാടാകിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുമല്ലോ, കഷ്ടപ്പെടുത്തി മെസ്സേജ് ചെയ്യുമല്ലോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി. അങ്ങനെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, ഇയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ മെസ്സേജ് വരാറുണ്ട്. കണ്ടിന്യൂസ്ലി ഡെയിലി എനിക്കൊരു മെസ്സേജ് വരാറുണ്ട്. അത് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കും. ഞാനിങ്ങനെ അവരിങ്ങനെ മെസ്സേജ് Day 1, Day 2 എന്ന് അയാൾ തന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കും. ഇങ്ങനെ അത് എനിക്ക് ഡെയിലി വരും. ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യും. 61, 62. റിപ്ലൈ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ മെസ്സേജ് ഓപ്പൺ ആക്കാറില്ല. ജസ്റ്റ് നോക്കുമ്പോ കാണുന്നതാ. പക്ഷെ അത് കാണുമ്പോ ഒരു രസമുണ്ട്. Day 100, Day 101. ഓക്കെ, മുത്തപ്പന്റെ ഫാനാണെന്ന് അറിഞ്ഞു. ഇപ്പൊ ഇവിടെ നമുക്ക് സൈഡില് ഒരുപാട് ഫോട്ടോസും ബുദ്ധയുടെ പ്രതിമയൊക്കെ കാണാം. അപ്പൊ ബുദ്ധ ഭക്തിയാണോ? ഞാനല്ല, അത് പപ്പന്റെ കോൺട്രിബ്യൂഷനാ. പപ്പ ബുദ്ധ ഫാനാ. ഓക്കെ. അപ്പൊ കൃഷ്ണഭക്തയുണ്ട്, ബുദ്ധ ഫാൻ ഉണ്ട്, മുത്തപ്പന്റെ ഫാൻ ഉണ്ട്, ടോട്ടൽ ഇതുണ്ട്. അപ്പൊ ഇതാരാ? അത് ഞാനാ. ഇത് മീനാക്ഷിയാണോ? സോ ക്യൂട്ട്. ഇത് എത്ര വയസ്സിലെടുത്ത ഫോട്ടോ? അതെനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അങ്ങനെ എന്തോ, ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ചെറുതിലെ ഒരു പോസർ ആണല്ലേ, നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. ഇതാരാ? അതെന്റെ സിസ്റ്ററാ, ഏച്ചി മാളവിക. ഏച്ചി. ഓക്കെ. ഏച്ചി ഇപ്പൊ എന്താ? ഇപ്പൊ ജോലി ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാ. ഫിസിയോതെറാപ്പിസ്റ്റ്. നാട്ടിലാണോ അല്ലെ പുറത്താണോ? അല്ല, ഇവിടെ നാട്ടിലാ. നാട്ടിൽ തന്നെ അല്ലേ? ഇനി ഒരു അനിയത്തി കൂടി ഉണ്ട് അല്ലെ? അനിയത്തിയുടെ പേരും മൗഷ്മി. മൗഷ്മി, വെറൈറ്റി പേരാണല്ലോ മൗഷ്മി. മൗഷ്മിയുടെ മീനിങ് എന്താ? മൗഷ്മിന്റെ മീനിങ് എനിക്ക് തോന്നുന്നു മോസം, അങ്ങനെ എന്തോ ആ ഹിന്ദിയില്. പിന്നെ ഇത് അച്ഛനാണ് അല്ലെ? അച്ഛനും അമ്മയും. ഓക്കെ. ഇതായിരിക്കും അല്ലെ അനിയത്തി? അതനിയത്തി. ഇവിടെ ഒരുപാട് ഇങ്ങനെ കണ്ണില് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. നമ്മള് കൃഷ്ണനെ കണ്ടു, മുത്തപ്പനെ കണ്ടു, ബുദ്ധയെ കണ്ടു. ഇപ്പൊ കാണാൻ പറ്റുന്നത് ആന. കൊറേ ആന ഇവിടെ തൂക്കിട്ട്
ഇവിടെ തൂക്കിയിട്ടുണ്ട്, കൂടാതെ ഈ വിൻഡോ സൈഡിലൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതെന്താണ്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ച സംഭവം? ഇതൊന്നുമില്ല, ഇത് എനിക്ക് ഞങ്ങള് ബാംഗ്ലൂർ പോയി വരുമ്പം അവിടെ മറ്റേ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ചെറിയ, അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്തത്. ഇതിന്റെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി അപ്പുറത്തെ സൈഡില്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കലോത്സവത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം പാലക്കാടായിരുന്നു തോന്നുന്നു, അവിടുന്ന് ഇതുപോലെ ചെറിയ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അവർ സെല് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മളെല്ലാരും കൂടി മേടിച്ചു, പാർട്ടിസിപ്പേറ്റ് ചെയ്ത നമ്മള് ഗ്രൂപ്പില്. അപ്പൊ നമ്മൾ മേടിച്ചു. ആനയുടെ കുറെ സംഭവങ്ങളുണ്ട്. ആന പുറത്തേക്ക് കയറിയിട്ടുണ്ടോ? കുറച്ച് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോ മൈസൂർ പോയപ്പം പോയതാ ആന. ട്രിപ്പിന്റെ ഇടയില് കയറി അല്ലേ? പേടിയുണ്ടായിനോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര വലിയ പേടിയില്ല. പേടിയില്ല, ഫുൾ കൂളാണ്. ഹൈറ്റില് പേടിയുണ്ടോ? ഹൈറ്റ് ഇല്ല. ഒരു ഇപ്പൊ ദുബായില് പോയിട്ട് ഇപ്പൊ എന്താ അതിന് പറയാ, സ്കൈ ഡൈവിംഗ്. സ്കൈ ഡൈവിങ്ങിന് ഇപ്പൊ മീനാക്ഷി കൂട്ടിക്കൊണ്ടുപോയാ ചെയ്യോ? ഞാൻ ചെയ്യും, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഓ, ആൾ ഫുൾ ചില്ലാണ് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ് ആയിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ. ഒരു സൈഡില് നമുക്ക് ലിവിങ് സ്പേസ് ഉണ്ട്, ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, കൂടാതെ ഓപ്പൺ കിച്ചൺ ഉണ്ട്. ആർക്കും ഒളിച്ചു നിൽക്കാനൊന്നും പറ്റില്ല, എല്ലാരും ഒരുമിച്ച് കൂടിയ നല്ല രസമുണ്ടാവും ഇങ്ങനെ ഒരു സ്പേസിൽ. സോ ഇവിടെ ഇത് നല്ല മുഞ്ചുണ്ടല്ലോ, ഇത് കണ്ണൂരിൽ ഇത് തന്നെ പറയാം. ഇത് തുറക്കാൻ പറ്റില്ലേ? ആക്ച്വലി നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, നമ്മളൊരു പാഷ്യൂ പോലെ ഡിസൈൻ ചെയ്തായിരുന്നു. പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ടേ, ആ ഒരു സ്പേസ് യൂസ് ചെയ്യണ്ടായി. ഇതാരും കാണാത്ത രീതിയിൽ ഇവിടെ പെയിന്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, സ്പ്രേ പെയിന്റിംഗ്. ഇത് ആക്ച്വലി നമ്മൾ ഈ സ്പേസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരിക്കൽ എനിക്ക് കസിൻസ് ഒക്കെ വന്നപ്പോ ഇവിടെ എന്തോ സ്പ്രേ പെയിന്റ് ഉണ്ടായിരുന്നു. എന്റെ പപ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയാസ് വരും പെട്ടെന്ന്. സൺഡേസ് അല്ലേ പപ്പക്ക് ഓഫ് ഉള്ളൂ, നമ്മളെല്ലാരും ഉള്ളപ്പോ പപ്പക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു, നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം, അങ്ങനെ ഒരു ചെയ്തു വെക്കുന്ന. വീട്ടില് ടോട്ടൽ ക്രിയേറ്റീവ് പേഴ്സൺ ആണ് പപ്പ. അതെ, അങ്ങനെ പറയാം. എല്ലാത്തിലും, ഈവൻ വീടിന്റെ ഡിസൈൻസിലും ഓരോ സൈഡിലും പപ്പയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലേ? ഇതൊക്കെ ഇതെന്റെ പപ്പേന്റെ കസിൻ ഉണ്ട്, മോഹൻദാസ് എന്ന പേര്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ പെയിന്റിങ്സും അങ്കിളിന്റെ. ഒരു മിനിറ്റ്, അതിന് മുന്നേ ഇവിടെ നമുക്ക് കുറച്ച് മാഗസീൻസ് ഒക്കെ കാണാം. മാഗസീൻസ് ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ടൈപ്പാണോ? അല്ല, അത് എന്റെ കവർ ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാൻ അമ്മ എടുത്ത് വെച്ചതാ. അതൊന്നും എടുക്കോ, പണിയെടുപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. വേറൊന്നുണ്ട്. ഇതാണ് ഇഷ്ടം, മനോരമയിൽ വന്നത് അല്ലേ? അപ്പൊ നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് അല്ലേ? അപ്പം 3 പെൺകുട്ടികളുള്ള വീടാണ്. 3 പേരെ എങ്ങനെയാ അടുക്കള പണിയൊക്കെ അറിയാം? അടുക്കള പണി അങ്ങനെ വലുതായിട്ട് അറിയില്ല. ഏതെങ്കിലും ഒരു ഡിഷ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ ഏത് ഡിഷാ മീനാക്ഷി ഉണ്ടാക്കുക? കോഫി അങ്ങനെ ഉണ്ടാക്കി തരാം, ഞാൻ ഉണ്ടാക്കി തരാം. ഭക്ഷണം എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഒന്നും അറിയില്ല ഞാൻ പറയുന്നില്ല. എനിക്ക് കറിയൊക്കെ, ചിക്കൻ കറി, പരിപ്പ് കറി, അങ്ങനെ ചമ്മന്തി, അങ്ങനെ കുറച്ചൊക്കെ അറിയാം. ഇപ്പൊ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കും മീനാക്ഷി എന്ന് പറയുമ്പോ മീനാക്ഷി ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം. ഒരു ഇമാജിനേഷനില് ചിക്കൻ കഴുകിയിട്ടു അങ്ങനെ പറഞ്ഞു. ചിക്കൻ കഴുകി വെച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി വഴറ്റി, അതില് തക്കാളി വഴറ്റി, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതെല്ലാം ഇട്ട്, പിന്നെന്താ ചിക്കൻ ഇടുക, വെള്ളം ഒഴിക്കുക, കറിവേപ്പില ഇടുക. ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. ചോദിച്ചേ ഇങ്ങനെ തന്നെ നോർമൽ ഈസി ചിക്കൻ കറി. ഇങ്ങനെ വേറെ സ്റ്റൈലിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ചിക്കൻ മസാല പൊടി ഇടണം, ഗരം മസാല, മല്ലിപ്പൊടി ഇടൂലേ? മല്ലിപ്പൊടി ഇടൂലേ? അറിയില്ല, നമ്മൾ അതാലോചിച്ച് അത് വേണ്ട. ഓക്കെ, അപ്പൊ കിച്ചണിൽ കൂടി ഒരു ഫോട്ടോ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അമ്മക്ക് കണ്ടോണ്ടിരിക്കാനാ തോന്നുന്നു. അമ്മക്ക് ഫുൾ ബാക്ക് മെമ്മറീസ് ഒക്കെ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു സിമിലാരിറ്റി വരുന്നുണ്ടല്ലോ വിൻഡോസിലൊക്കെ. ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പണ്ടത്തെ മോഡലോ അങ്ങനെ ഇങ്ങനെയാണോ? അല്ല, അത് ആക്ച്വലി എന്റെ പപ്പേന്റെ ഒരു കസിൻ ഉണ്ട്, ഞാൻ മോട്ടൻ എന്നാ വിളിക്കാം, മോഹൻദാസ് എന്ന പേര്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പെയിന്റിങ്സും അവരുടെ തന്നെ പെയിന്റിങ് ആയതല്ലേ? ഓക്കെ, അടുക്കളയിൽ കൂടി പെയിന്റിങ് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൽ മതം എന്താണ്? ഓക്കെ, അപ്പൊ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ലിവിങ് സ്പേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ഇതിലൂടെ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലൂടെ ആരെങ്കിലും കണ്ടാ പേടിച്ചു പോകുന്നു. അപ്പൊ അതിലൂടെ ആരെങ്കിലും പോയാ വീണ്ടും സ്ട്രെസ് വരുമോ? പേടിയല്ലേ? ബിക്കോസ് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അത് നമ്മളെ വീടിന് എനിക്ക് എപ്പോഴും ഉള്ളൊരു തോട്ടാ അത്. ആരെങ്കിലും ഉണ്ടാവുമോ, എനിക്ക് രാത്രി എപ്പോഴും ഒരു കള്ളന്റെ ഫീലാ, എനിക്ക് എപ്പോഴും ഒരു കള്ളൻ ഉണ്ടാവുമോ രാത്രി, എനിക്ക് ഉറങ്ങുമ്പോൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് എനിക്ക് തോന്നുന്നു നമ്മള് എന്താ പറയാ, ഈ ഒരു
എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന്, പക്ഷെ എനിക്കങ്ങനെ നമ്മൾ കുറേ ഇങ്ങനത്തെ കേസസ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, സെൽഫ് എക്സ്പീരിയൻസ് മുന്നേ ഉണ്ടായിരുന്നു ഇങ്ങനെ പേടിയാവാൻ? ഇല്ല, എന്നെ ഇതുവരെ പേഴ്സണലി ആരും അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും എനിക്ക് കുറേ സ്റ്റോറീസ് കേട്ട് ഒരു സ്റ്റേജ് മുതൽ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കള്ളം വരുന്നു, മറ്റേതായിരിക്കുന്നു, കൊല്ലുന്നു, ഇതന്നെ. അപ്പം എനിക്കൊന്ന് ഭയങ്കര പേടിയാണ് എനിക്കത്. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ടൈമിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അമ്മ സ്കൂളിൽ പോകുന്നുണ്ടാവും, അമ്മ ടീച്ചറായിരുന്നു. ഇത് സ്വപ്നാണോ? അല്ലല്ല, ഇത് ആക്ച്വലി നടന്നതാ. അപ്പൊ ആ സമയത്ത് ഈ ലേഡീസും കള്ളന്മാരായി വരുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്ന ടൈം. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ ഒരു ആന്റി എന്തോ ഒരു നോട്ടീസ് എന്തോ തരാൻ വന്നതാ. ഞാനിങ്ങനെ മെല്ലനെ ഡോർ തുറന്നു. എനിക്ക് പേടിയുണ്ട്, എന്നാലും മെല്ലനെ ഡോർ തുറന്നപ്പം ആന്റി ആ സ്റ്റെപ്പിന്റെ താഴെ നിൽക്കുന്നുണ്ടേ. ആന്റി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചു മുകളിലോട്ടേക്ക്. ഞാൻ വിചാരിച്ചു എന്നെ എന്തോ ചെയ്തു. ഞാൻ ആ ഹോൾ സിനാരിയോ എന്റെ മൈൻഡിൽ ഞാൻ കണ്ട് ഞാൻ ഡോർ ഒറ്റ അടച്ചു. ആന്റിക്ക് പേടിയായി പോയി. എന്റെ ആന്റി ഫുൾ പേടിച്ച് ബാക്കോട്ടായി പോയി. ഇവളെന്താ കളിക്കുന്നതെന്ന് വെച്ചിട്ട്. പിന്നെ ആന്റി സോറി, ആന്റി പറഞ്ഞു പേടിക്കണ്ട മോളെ, സോറി ആന്റി ഞാൻ പേടിച്ചു പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ബെഡ്റൂം ആണ് അല്ലെ? അപ്പൊ ഇത് ആരുടെ ബെഡ്റൂം ആണ്? ഇത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പം ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് വിചാരിച്ചേ, പക്ഷെ ഇവിടെ ഇപ്പൊ പപ്പയോ അമ്മയോ കിടക്കാറ്. ഇവിടെ മിനിയോൺ ഫാൻ ആരാ? ഇത് നല്ല ഹൈലൈറ്റ് ചെയ്ത് റൂമിൽ കേറി വരുമ്പോ കാണുന്ന ആളാണിത്, മിനിയൻസ്. അനിയത്തി. അപ്പൊ നമ്മൾ ഗൂഗിളിലൊക്കെ മീനാക്ഷിനെ പറ്റി സെർച്ച് ചെയ്തപ്പോ കുറച്ചൊരു എന്താ പറയാ ഒന്ന് അറിയേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ ചെയ്തപ്പോ മീനാക്ഷി 1999 ജനിച്ച കുട്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആള് ചെറിയ കുട്ടിയാണ് കേട്ടോ. 2001 ബോൺ ആണ്. ആൻഡ് ഓൾസോ ഇപ്പൊ എത്ര ഏജ്? 22 ആയതേ ഉള്ളൂ അല്ലെ? അപ്പോഴത്തേക്കാണ് കല്യാണ ആലോചനകളായിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. ഗൂഗിളിൽ നോക്കുമ്പോഴേക്ക് എനിക്ക് ഇത്ര വയസ്സുണ്ടാവും, 24 അങ്ങനെ കാണിക്കും. 25 ഓൾമോസ്റ്റ് 24 might be. ഞാൻ ആർക്കെങ്കിലും ഓക്കെ ചേട്ടാ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓക്കെ ചേട്ടാ എന്ന് മെസ്സേജ് അയക്കുമ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടനൊന്നും അല്ല എനിക്ക് തന്റെ വയസ്സാ. വയസ്സ് ഇത്ര 24. എനിക്ക് 24 അല്ല 22 ഉള്ളൂ. അപ്പൊ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ ഗൂഗിളിൽ തന്റെ വയസ്സ് 24 എന്നാണല്ലേ. മുന്നേ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന? എന്തായാലും സെന്റ് റീസസിലല്ലേ പഠിച്ചത്? ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. പൊതുവെ ഗേൾസ് സ്കൂളിലുള്ള കുട്ടികൾക്ക് ബോയ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്നതാണ്. പക്ഷെ എങ്കിൽ അടുത്ത് തന്നെ ബോയ്സ് സ്കൂളും ഉണ്ട്. എനിക്ക് സെന്റ് മൈക്കിൾസിൽ ഫ്രണ്ട്സേ ഇല്ലായിരുന്നു. ഇല്ല, പക്ക പാവം കുട്ടിയായതുകൊണ്ടല്ലേ എന്തോ എനിക്ക് അവരുമായിട്ട് ഫ്രണ്ട്സ് ഇല്ല, അവരുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ അകത്ത് ഒരാൾ എനിക്ക് മെസ്സേജ് സ്കൂളൊക്കെ കഴിഞ്ഞപ്പോ മെസ്സേജ് തന്നെ ഇങ്ങനെ കാണാനൊന്നും കിട്ടില്ലല്ലോ സ്കൂൾ കഴിഞ്ഞിട്ട്. നമ്മൾ വിചാരിച്ചു നീ ഒരു ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫെമിനിസ്റ്റിന്റെയും ഇതിന്റെ ഒന്നും മീനിങ് അറിയില്ല. എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു നീ ഒരു ഫെമിനിസ്റ്റാ, അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ എല്ലാ ബോയ്സും വിചാരിച്ചു നീ ഒരു ഫെമിനിസ്റ്റാ, അതുകൊണ്ട് നമ്മളാരും നിന്നോട് മിണ്ടാൻ വരാത്തെ. എല്ലാരും വിചാരിച്ചു ഞാൻ മറ്റേ ബോയ്സിനോടൊന്നും മിണ്ടാത്ത ആ ഫെമിനിസ്റ്റ് ടൈപ്പ് അങ്ങനത്തെ. ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് മീനാക്ഷി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് റോസൊക്കെ പിടിച്ച് ഓൺ ഹിസ് നീസ് പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സത്യമായിട്ടും ഇല്ല. എന്നെ കോളേജിൽ ഈ കുട്ടിയെ നോക്കൂ, ഈ കുട്ടിയെ കണ്ടാൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാതിരിക്കും. എന്റെ കോളേജില് എനിക്ക് അല്ല ആർക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു തോന്നുന്നു. അതെന്താ? ഇപ്പൊ ഈ വീടിന്റെ ഓരോ കോർണറിൽ നോക്കിയാലും നമുക്ക് ഒന്നെങ്കിലും ഒരു പെയിന്റിങ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരുപാട് അങ്ങനെ കുറെ ഫോട്ടോസ് ഉണ്ട്. ഇതെന്താ അന്ധകാലത്തിലെ ഫോട്ടോഷോപ്പാണ് മുറിച്ചൊട്ടിച്ച് വെച്ചിരിക്കുക. അത് ആക്ച്വലി നമുക്ക് എനിക്ക് തോന്നുന്നു ഹൗസ് വാമിന് കിട്ടിയ ഒരു ഫ്രെയിം, ഒരു അതെന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു അതില്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല, എവിടെയും വെച്ചിട്ടില്ല. അപ്പൊ അത് കുറെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അപ്പൊ അമ്മ ഇങ്ങനെ ഫോട്ടോ കണ്ടു. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ അമ്മേന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവാണത്. അതല്ലേ? ഈ മുട്ട അടിച്ചിരിക്കുന്ന ആളാരാ? അത് ഞാനാണ്. ഇതാരാണ്? അതെന്റെ ചേച്ചി. അത് ഞാൻ. നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴും ഇവിടെയും പെയിന്റിങ്. ഇതും ഒക്കെ സെയിം ആൾ തന്നെ? നേരത്തെ പറഞ്ഞ സെയിം ആളാ. ഇത് അല്ല, ഇത് അവരുടെ വൈഫ്. അതും ഇതും കണ്ണൂർക്കാരെയാണ്. അപ്പൊ കണ്ണൂർ സ്ലാങ് ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ രണ്ടാളും കണ്ണൂർ സംസാരിച്ചാലുണ്ടല്ലോ. ഓക്കെ, ഇതെല്ലാം ആർക്ക് കിട്ടിയതാ? ഇത് എനിക്ക് കിട്ടിയതുണ്ട്, അനിയത്തിക്ക് കിട്ടിയതുണ്ട്, ചേച്ചിക്ക് കിട്ടിയതുണ്ട്, പപ്പക്ക് കിട്ടിയതുണ്ട്. എന്തായാലും 18+ന്റെ സക്സസ് സെലിബ്രേഷന് കിട്ടിയ സാധനം അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ട്.
മൊമെന്റോസ് ഉണ്ട്. ഇതില് മീനാക്ഷിയുടെ ഏറ്റവും ഫേവറേറ്റും ഏറ്റവും എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റോ ഏതാ? ഇതെനിക്ക് ഫേവറേറ്റാ. 18 പിന്നെ ഇതെനിക്ക് ഫേവറേറ്റാ. ഇത് ഇത് എന്റെ സ്കൂളില് തന്നെ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയപ്പം ദിസ് ഈസ് വൺ ഒരു ഫേവറേറ്റ്. ഓക്കെ, സ്കൂളിൽ തന്നെ പഠിച്ച സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് പോവാന്ന് പറയുമ്പോ അതില് വലിയ കാര്യം എന്താണ്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് കടക്കാം. ആദ്യം ഈ ബെഡ്റൂം ആയിരിക്കട്ടെ. ഇത് മീനാക്ഷിയുടെ ബെഡ്റൂം ആണോ? ഇത് ഞാനും ഏച്ചിയും ഒരുമിച്ച് കിടക്കുക. ആ സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ രണ്ടുപേരെയും ബെഡ്റൂം ആയിരുന്നു. നമ്മൾ രണ്ടാളെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അപ്പുറത്തെ കിടക്കല്, അവളിപ്പുറത്തെ കിടക്കും. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണോ? ഇതും അതും എനിക്കൊന്നും അല്ല, അത് വേറെ ഒരാള് വരച്ചതാ അല്ലേ? ഫാൻസ് വരച്ചതായിരിക്കില്ലേ? അതെ. ഇതും അതും ഒരാള് വരച്ചതാ. ഇത് എന്റെ ചേച്ചിന്റെ ഫ്രണ്ട് വരച്ചതാ. ഇൻസ്റ്റയില് റീലില്ലേ ഈ ഒരു സെയിം ഇത്? ഇതാരാന്ന് വിചാരിക്കുന്നേ? ഇതാരാ? ഇത് ഞാനല്ല. അല്ല, ചേച്ചിയാണോ? ആഹാ, പക്ഷെ ഞാൻ വിചാരിച്ച ഏതോ ഒരു ചിത്രകാരൻ അനിയത്തിയെ വരച്ചാണ്. പക്ഷെ ആള് മാറിപ്പോ ഇത് ചേച്ചിയാണ്. ഓക്കെ, എന്തായാലും ചേച്ചിക്ക് അനിയത്തിക്ക് ഒരേ കട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പം. ഇതാരാ? ഇത് എന്റെ കസിൻ സിസ്റ്റർ വരച്ചതാ. അമ്മേന്റെ സിസ്റ്ററിന്റെ മോള് രുക്കു, ശ്രീരുക്മ എന്ന പേര്, അവള് വരച്ചതാ. ആരെ വരച്ചത്? ഇതിലുള്ള ആരാ? ഇത് ഞാൻ. ഓക്കെ. ഇതും ഫാന് വരച്ചത്. ഇത് ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓക്കെ. എന്റെ സ്കൂൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് ഒരാളെ നമ്മള് മൂന്നാളെ ഫോട്ടോസ് അത് മൊത്തം. ഓക്കെ, കൊളാഷ്. അപ്പൊ ഇവിടെ ഒരു മൂന്ന് പൂച്ച. ഈ പൂച്ചേനെ വരച്ചതല്ലേ എന്തായാലും? അതെ അതെ അതെ. ആര് വരച്ചതാണ്? ഞാൻ. ശരിക്കോ? അടിപൊളിയാണ്. ഇതിലാരാ ഏച്ചി അനിയത്തിമാര്? ഇത് ഏച്ചി, നടുവില് ഞാൻ, അതെന്നെ അനിയത്തി. ഓക്കെ, ഓർഡറിൽ തന്നെയുള്ള. ഇതാണ് മീനാക്ഷിയുടെ ഞാൻ കിടക്കുന്ന റൂം. അലോൺ സ്പോട്ട് പറയാൻ പറ്റിയത്? ഇപ്പൊ പറയാം. ഇതായിരുന്നില്ല, ഞാൻ അവിടെ ആയിരുന്നു കിടക്കല്. ഇപ്പം എന്റെ ഡ്രസ്സും എല്ലാം ഇവിടെയും ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ്. ഇത് ഇതാണ് പപ്പേന്റെയും അമ്മേന്റെയും മാസ്റ്റർ ബെഡ്റൂം പോലെ. പക്ഷെ അവർ യൂസ് ചെയ്യാത്തോണ്ട് ഞങ്ങൾ അടിയായി കൈയടക്കി. അങ്ങനെ അല്ല, ഞാൻ അവിടെ നമ്മള് ഉറങ്ങല്, ഞാനും ഏച്ചി ഒരുമിച്ച് ഉറങ്ങല്. എന്തോ അടിയായപ്പോ ഞാൻ പറഞ്ഞു, ഇനി നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ കുറെ ഡയലോഗ് അടിച്ച് ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഉറങ്ങാൻ എല്ലാം ഇവിടെ തന്നെ. ഓക്കെ, 4 സൈഡിൽ നിന്നും കാറ്റും വെളിച്ചം വരുന്ന രീതിയിലുള്ള റൂമാ അല്ലേ? ഈവനിങ്ങിലൊക്കെ 4 അല്ല 2 സൈഡ് 3 ജനല. ഓക്കെ, ഇവിടുന്ന് ഒരു അടിപൊളി വൈബ് ഉണ്ട്. ടോട്ടൽ വരണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലെ എല്ലാ സൈഡും കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ കാണാൻ ഈ ജയന്റ് ടെഡിയാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോളിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആരുടെയാണ്? അത് എന്റെ അനിയത്തിയുടെ എന്ന് പറയാൻ പറ്റില്ല. അനിയത്തി അടിയാക്കാറുണ്ടാ ഇതിനു വേണ്ടിട്ട്? ഇത് ഗിഫ്റ്റ് ചെയ്താണ്? ഗിഫ്റ്റ് കിട്ടിയതാ. ആരാ അത്? ഏട്ടൻ തന്നതാ. ഏത് ഏട്ടൻ? ഏട്ടൻ എല്ലാവർക്കും അറിയുന്ന ഒരു ഫാമിലി പോലെ. ഓക്കെ, ഫാമിലി പോലുള്ള ഒരു ഏട്ടൻ കൊടുത്തത് കുഴപ്പമില്ല. അപ്പൊ ഇതോ? അനിയത്തിന്റെയാ. ഇത് കൊറേ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട്. പണ്ടത്തെ ടോള. ഓക്കെ, അപ്പൊ നമ്മള് വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ കോണും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ നമ്മൾ വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ കോണറും കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു പൊടിത്തരി പോലും നമ്മൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫൈനൽ സെഷനിലേക്ക് എത്താൻ പോവാണ്. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പം ആളുടെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരാൾ സ്കൂളിൽ പോയിട്ടുള്ള, ഒരാൾ വർക്കിന് പോയിട്ടുള്ള, ഓൾസോ അച്ഛനും വർക്കിന് പോയിട്ടുള്ള അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നമ്മളിപ്പോ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇടയിലോട്ട് ചെറിയ സംസാരം ഇങ്ങനെ പോകുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആരാണത്? അമ്മയെ നമുക്കൊന്ന് ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ആൾക്കറിയില്ല കേട്ടോ. നമ്മൾ ഒരു വീട്ടിൽ വന്നാല് ഒരാളോട് മാത്രം സംസാരിച്ചിരിക്കുന്നത് ഒരു ശരിയില്ല, അതൊരു അപമര്യാദയാണ് അല്ലേ? അപ്പം മീനാക്ഷിയുടെ അമ്മ നമ്മളൊന്നിച്ചുണ്ട്. അപ്പൊ അമ്മേനോട് മീനാക്ഷിനെ പറ്റി മീനാക്ഷി തന്നെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ തള്ളായിരിക്കാം, ചിലതൊക്കെ സത്യമായിരിക്കാം, എന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് ആന്റീനോട് ചോദിച്ചറിയാം. അപ്പം ആന്റിയും മീനാക്ഷി നല്ല സുന്ദരി കുട്ടിയാണല്ലോ. അതപ്പോ ഇവിടുന്ന് വന്നെന്നുള്ളതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ആന്റി എന്നതാ എന്തൊരു തെളിച്ച മുഖത്തിന്, എന്തൊരു ക്യൂട്ടാണ്, നല്ല സുന്ദരിയാണ്. അപ്പം ആന്റി കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയായി മാറിയിരിക്കുകയാണ് ആന്റിയുടെ മോള്. അപ്പൊ അതിനെ കുറിച്ച് ആന്റിക്ക് എന്താ പറയാനുള്ളത്?
സിനിമ നടിയൊന്നും ആയില്ലല്ലേ അമ്മ? എന്താവാണ്ടല്ലേ, അതുകൊണ്ടല്ലേ നമ്മള് വന്നത് ഇങ്ങോട്ടേക്ക്. ഒരുപാട് സന്തോഷം, ഹാപ്പി. കാരണം അവള് ഒരുപാട് ആഗ്രഹിച്ചതല്ല അങ്ങനെ ആവണമെന്ന്. ചെറുതിലെ അങ്ങനെ ഒരു ആഗ്രഹം ചെറുതിലെ ഇങ്ങനെ പറയായിരുന്നു ഇങ്ങനെ അഭിനയിക്കണത്. പക്ഷെ നമുക്കതിലുള്ള പിന്നെ ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താ പറയണ്ടേ, ഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ സംഭവിച്ചു. അപ്പം ഒരുപാട് സന്തോഷം, ഫുൾ ഹാപ്പിയാണ് അല്ലേ? ഒരുപാട്. ഓക്കെ, അപ്പം ഇനി അത് വിട്ടെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള 3 പെൺമക്കളാണല്ലോ. അപ്പം ഇതില് ഏറ്റവും നല്ലതും ആന്റിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി മകൾ ആരാണ്? അങ്ങനെ പറയാൻ പറ്റൂല, എന്തായാലും പറയണം. അമ്മയോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണോ അത്? 3 പേരും ആക്ച്വലി 3 ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഡിഫറെന്റ് ക്യാരക്ടർ. മൂത്ത ആള് മാളു വേഗം ദേഷ്യം പിടിക്കും, പക്ഷെ വേഗം അത് മറന്നുപോകും. ഇവള് പെട്ടെന്ന് ദേഷ്യം പിടിക്കൂല, കുറച്ച് ദേഷ്യം പിടിച്ചാൽ പിടിച്ചത് തന്നെയാണ്. കുറച്ച് ടൈം എടുക്കും ശരിയാവാൻ വേണ്ടിട്ട്. ചെറിയ ആള് ഭയങ്കര സെൻസിറ്റീവ് ആണ്. മകൾ അഭിനയിച്ച ഇപ്പം ഓൾമോസ്റ്റ് 6 സിനിമകളോളം അഭിനയിച്ചല്ലേ? അപ്പം അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറും ഫിലിമും ഏതാ? എനിക്ക് 18+ തന്നെയായിരിക്കും 18+ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് ഒളിച്ചോടുന്ന സിനിമ. 18+ തന്നെയാണ്. പക്ഷെ പുള്ളി ഞാൻ കണ്ടപ്പം എനിക്ക് മോള് ചെയ്തത് എനിക്ക് ഇഷ്ടമായി, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഒളിച്ചോടുന്ന സിനിമയല്ലേ? അപ്പം കല്യാണത്തിന്റെ എല്ലാം വരുമ്പോ എങ്ങനെ ഒളിച്ചോടി പോയാൽ എന്താ ഒളിച്ചോടി പോണ്ടി വരില്ല. അപ്പം ആലോചനകളൊക്കെ വരുന്നുണ്ടാവല്ലേ? വരുന്നുണ്ട് എന്തായാലും. പിന്നെ അതൊന്നും പറഞ്ഞു അതിപ്പോ ഞാൻ അങ്ങനെ കല്യാണത്തിലെല്ലാം പോയപ്പം ചോദിക്കും അല്ലേ? പക്ഷെ നമുക്കറിയാലോ ആന്റി എന്താ പറയാറ് ഇങ്ങനെ ആലോചന വരുന്നത്? സമയമായിട്ടില്ല. അവള് കുറച്ചും കൂടിയും അവളുടെ പാഷനെല്ലാം അച്ചീവ് ചെയ്തിട്ട് കുറച്ചുകൂടെ കഴിയും. ആരാണ്, പപ്പയാണോ മമ്മയാണോ മോൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അതെനിക്ക് തോന്നുന്നു ഈക്വൽ ആയിരിക്കും. സപ്പോർട്ടാണ് ആക്ച്വലി. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ പിന്നെ വിമർശിക്കുന്നത് പപ്പയായിരിക്കും. അത് ഇവിടെ നന്നാവാൻ വേണ്ടി ഇമ്പ്രൂവ് ആവണം, കുറച്ചും കൂടിയും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പപ്പയാണ് ഏറ്റവും കൂടുതൽ എല്ലാം വാച്ച് ചെയ്യുന്നതും. അത് ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കെയർലെസ് ആയിട്ട് വിട്ടാലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പപ്പ വാച്ച് ചെയ്തിട്ട് അതിന്റെ ഇത് പറഞ്ഞു കറക്റ്റ് ചെയ്യും. നിങ്ങളുടെ 2 പേരുടെയും എൻറ്റയർ ഡേ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് തന്നത്, നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി. ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നമ്മൾ പോവാണ്. ബൈ. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.